നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ CR ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് CR പ്രകാശനാണ് നമ്മളോടൊപ്പമുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകിച്ച് പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് തിരുവാണിയൂർ എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്തെ നേട്ടത്തിന് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള പഞ്ചായത്താണല്ലോ. എങ്ങനെയാണ് ഈ നേട്ടത്തെ വിലയിരുത്താനാവുക? പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം അത് അധികാരം വഹിക്കുന്ന സമയത്ത് കോവിഡും വെള്ളപ്പൊക്കവും എല്ലാം ആയിരുന്നൊരു കാലഘട്ടത്തിൽ 2 വർഷക്കാലം കാര്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീടുള്ള 2-3 വർഷങ്ങൾ കൊണ്ട് പരമാവധി നല്ല നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കാര്യക്ഷമതയോടുകൂടി ഭരണസമിതിയുടെ പ്രവർത്തനമാണ് ഇത്ര ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന നേട്ടങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കായകൽപ്പം പുരസ്കാരം, അതോടൊപ്പം തന്നെ ആർദ്ര കേരളം പുരസ്കാരം തുടങ്ങി ആരോഗ്യ മേഖലയിലെ തന്നെ സമ്പന്നമാക്കുന്ന നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളുമാണ് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയോജന സൗഹൃദ പഞ്ചായത്തിന് ഉത്തമ ഉദാഹരണമാണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് 16 വാർഡുകളിലായി 36 വയോജന ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. ആരോഗ്യ മേഖലയിൽ FSC മുതൽ സബ് സെന്ററുകൾ മുതൽ ആശാവർക്കർമാർ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതുപോലെ തന്നെ ECG പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 300-ലധികം ആളുകൾ ഒരു ദിവസം പേഷ്യൻസ് വരുന്ന ഒരു ആശുപത്രിയായിട്ടാണ് ആ നിലക്കുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആർദ്ര കേരളം പുരസ്കാരം നേടാനായിട്ട്. അതുപോലെ തന്നെ ഹോമിയോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ ഏറ്റവും നല്ല ഹോമിയോ ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് മോഡൽ ഹോസ്പിറ്റലായി ഉയർത്തുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായ വിഭാഗങ്ങൾ ചികിത്സാ രംഗത്ത് നമുക്ക് വന്ധ്യതാ നിവാരണ ആശുപത്രി എന്നുള്ള നിലയ്ക്കെല്ലാം നമുക്ക് നടപ്പാക്കാൻ കഴിയും. എല്ലാ വാർഡുകളിലും യോഗ സെന്ററുകൾ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. ചിലയിടങ്ങളിൽ ഒന്നിലധികമുണ്ട്. അതെല്ലാം നടപ്പാക്കിക്കൊണ്ട് പോകുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളിലാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും മറ്റ് ആരോഗ്യ രംഗത്തുള്ള മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലും വളരെ നന്നായി ശ്രദ്ധിച്ച് ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണ് പഞ്ചായത്ത്. മറ്റൊന്നുള്ളത്, നമുക്ക് കിട്ടുള്ള പുരസ്കാരങ്ങളെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു വളരെ നല്ല പ്രവർത്തനത്തിന്റെ കൂടി ഉദ്യോഗസ്ഥരൊക്കെ എല്ലാം ഉണ്ടായിട്ടുള്ള സഹകരണത്തിന്റെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ജില്ലയിലെ തന്നെ സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്തായിരുന്നു നമ്മുടെ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് സ്ഥാപിക്കാനായി. ജില്ലയിൽ 1ാമത്തെ പഞ്ചായത്താണ്. 16 വാർഡുകളിലായി 32 ക്ലബ്ബുകൾ, 2 ക്ലബ്ബ് ഒരു പഞ്ചായത്തിൽ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരികയും അവർക്ക് എല്ലാ മാസവും 1-1-ലധികമോ ക്ലബ്ബ് യോഗങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ
അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഇവ വിതരണം ചെയ്യുന്നതോടൊപ്പം പല കായിക മത്സരങ്ങൾ പോലെ ഇത്തരം ആളുകൾക്ക് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശ്രമിച്ചത്. വയോജനങ്ങളുടെ ഒരു പഞ്ചായത്ത് രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. 16 വാർഡുകളിൽ നിന്ന് 2 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ ഒരു പഞ്ചായത്ത് രൂപീകരിച്ച് ഒരു ചെയർമാനും 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ചേരുന്ന ഒരു വയോ പഞ്ചായത്ത് രൂപീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാലാകാലങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ നമുക്ക് അവർക്ക് പല സമയങ്ങളിലായി ടൂർ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കായൽ യാത്ര, മലയോര യാത്ര, അങ്ങനെ വിവിധങ്ങളായ അവരുടെ മാനസികമായ ഉല്ലാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വയോ മെന്റർമാർ 16 വാർഡുകളിൽ 2 വയോ മെന്റർമാരുണ്ട്. വയോ സമിതി സന്നദ്ധ സേവന രംഗത്ത് മുതിർന്ന ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വയോ സൗഹൃദ സമിതി ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ വയോജനങ്ങൾക്കായി പ്രത്യേകം ക്ലബ്ബുകൾ, അവർക്കായി പ്രത്യേകം ക്യാമ്പുകൾ എല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന പഞ്ചായത്ത് കൂടിയാണല്ലോ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. കേരഗ്രാമം പദ്ധതി, കൃഷി സമൃദ്ധി പദ്ധതി ഇതെല്ലാം നടപ്പിലാക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൃഷിഭവനും അതിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തും എന്നുള്ള നിലയ്ക്ക് വിവിധങ്ങളായ സംസ്ഥാന സർക്കാരിന്റെ പരീക്ഷണ പ്രോജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നു. അതിൽ സൂചിപ്പിച്ചതിൽ കൃഷി സമൃദ്ധി, അതുപോലെ തന്നെ കേരഗ്രാമം പദ്ധതി, 2000 തെങ്ങ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നടാൻ കഴിയും. 2000-ഓളം തെങ്ങുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് പ്രോജക്റ്റ് എടുക്കാം. വളമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യതയോടുകൂടി ലഭ്യമാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കും. നെൽകൃഷിക്കാർക്ക് 50% സബ്സിഡി കൊടുക്കേണ്ട സ്ഥാനത്ത് 49% വരെ സബ്സിഡി കൊടുത്തുകൊണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിക്ക് സഹായം ചെയ്യുന്ന പഞ്ചായത്തായി മാറാനായി തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജില്ലയിൽ ഏറ്റവും ആദ്യം 116 സംരംഭങ്ങളുടെ സ്ഥാനത്ത് 129 സംരംഭങ്ങൾ 100 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ജില്ലയിൽ ഒന്നാമതാകാൻ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞു. സംസ്ഥാനത്തെ 2ാമത്തെ പഞ്ചായത്തായി മാറാൻ വ്യവസായ മേഖലയിലെല്ലാം നിർലോഭം പണം മുടക്കുന്നതിന് എല്ലാവിധ സഹായങ്ങളും സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട്, വ്യവസായ വകുപ്പിനോട് ചേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വരികയാണ്. അതുപോലെ റോഡുകൾ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഈ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതാണ്ട് 14 കിലോമീറ്റർ പുതിയ റോഡുകൾ നമുക്ക് സ്ഥാപിക്കാം. പുതിയ റോഡുകൾ, പഴയ റോഡുകളിൽ ഏതാണ്ട് 86 എണ്ണം അതിന്റെ മെയിൻ്റനൻസ് പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് ജലജീവൻ പദ്ധതി ഏറ്റെടുക്കേണ്ട വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളതുപോലെ നമ്മുടെ പഞ്ചായത്തിലും റോഡുകളുടെ റിസ്റ്റോറേഷൻ വർക്കിൽ കുറച്ച് പോരായ്മകൾ വന്നിട്ടുണ്ട്. എന്നാൽ 48ഉം 52ഉം 100 റോഡുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന്
സെപ്റ്റംബർ മാസത്തോടു കൂടി അതിന്റെ പണി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പറഞ്ഞു പോകാറുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ 5 സ്കൂളുകളാണ് LP സ്കൂളുകൾ പഞ്ചായത്തിന് കീഴിലുള്ളത്. ഏതാണ്ട് 5 സ്കൂളുകൾക്കുമായിട്ട് 87 ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം തന്നെ നടപ്പാക്കി. എല്ലാ സ്കൂളുകളിലും ഓരോ വർഷവും കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവും. പ്രഭാത ഭക്ഷണം BPCയിലുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണം സംസ്ഥാനത്ത് തന്നെ മാതൃകയാണ്. പ്ലാസ്റ്റിക് മുക്ത സ്കൂളുകൾ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുട്ടികളെ അതിന്റെ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 3650 സ്റ്റീൽ ബോട്ടിലുകൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുക എന്നുള്ള പ്രോജക്റ്റ് നടപ്പാക്കി പഞ്ചായത്ത് ആ രംഗത്ത് തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് പഞ്ചായത്ത് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് അംഗനവാടികളുടെ കാര്യം കൂടിയാണ്. അംഗനവാടികൾ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾക്കായി സഹായ ഉപകരണങ്ങളെല്ലാം നൽകുന്നതിൽ ഈ പഞ്ചായത്തിന്റെ ഇടപെടൽ എത്രത്തോളമുണ്ട്? ഇപ്പോൾ നമുക്ക് സ്മാർട്ട് അംഗൻവാടികൾ ഒന്നും തന്നെ സ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടില്ല. കാരണം അംഗൻവാടിയിൽ 25 അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കെട്ടിടങ്ങളും പഴകിയതും വളരെ ഇടുങ്ങിയതുമായ കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങൾ ഏതാണ്ട് 25 അംഗൻവാടികൾക്കും പണം അനുവദിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പൂർത്തീകരിക്കും. ഒരു അംഗൻവാടി പുതിയത് പണിത് നമ്മൾ അതിന്റെ ഉദ്ഘാടനം ചെയ്യും. മറ്റൊരു അംഗൻവാടി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. 90% പണി പൂർത്തീകരിക്കും. മറ്റൊരു അംഗൻവാടിക്ക് സ്ഥലം വാങ്ങി കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അപ്പൊ ഈ പ്രവൃത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കെട്ടിടങ്ങളുടെ ഇത് വന്നാൽ അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ മുന്നിൽ നമുക്ക് വെക്കാനുള്ളത്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങളടക്കം അവരുടെ മാനസികമായും മറ്റു ഉല്ലാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ അംഗൻവാടികൾക്കും ടിവിയും മറ്റു സൗകര്യങ്ങളും എല്ലാം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് പഠനത്തിന് സഹായകരമായ നിരവധി പ്രോജക്റ്റുകൾ അതിൽ കൂടി നടപ്പാക്കാൻ കഴിയും. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്രത്തോളം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? നമുക്ക് 238 വീടുകളാണ് നമ്മുടെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇപ്പോൾ 186 വീടുകൾ ആണ് കൊടുക്കാൻ കഴിഞ്ഞത്. അതിൽ 14 വീടുകൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് പ്രോജക്ട്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് 4 വീട്ടുകാർക്ക് 12 സെന്റ് സ്ഥലം സൗജന്യമായി അനുവദിച്ചുകൊണ്ട് 4 വീടുകൾ പണിപരിചയിച്ചു. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള വീടുകൾക്ക് പലവിധമായ കാരണങ്ങളാണ് സ്ഥലം ലഭ്യമാക്കാത്ത, സ്ഥലത്തിന്റെ രേഖയില്ലാത്തത്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു പരിധി വരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിട്ടുള്ള അതെല്ലാം പരിഹരിച്ചു വരികയാണ്. ഏതാണ്ട് 1,30,00,000 രൂപ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് അതിനുകൂടിയുള്ള പണം കരുതലായി ഈ പഞ്ചായത്ത് ഭരണസമിതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നം ഈ പഞ്ചായത്തിന്റെ കാലത്ത് കഴിഞ്ഞില്ലെങ്കിലും അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതടുത്ത ഭരണസമിതിക്ക് തീർച്ചയായിട്ടും വലിയ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അത്തരത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വക്കിലാണ് പഞ്ചായത്ത് ഉള്ളത്. പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്കെന്ന് പറയാനുള്ളത്, കുന്നത്തനാട് താലൂക്കിലെ ഏതാണ്ട് 17 പേർ EPEP അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് തിരുവോണയൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലം 72 സെന്റ് സ്ഥലം കണ്ടെത്തിക്കൊണ്ട് റവന്യൂ പുറമ്പോക്ക് കണ്ടെത്തിക്കൊണ്ട് അത് അവർക്ക് പതിച്ചു കൊടുക്കുന്നതിനുള്ള പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി പൂർത്തീകരിച്ചിരുന്നു. 15 ദിവസത്തിനകം അവർക്ക് ആവശ്യമായ സ്ഥലം കൊടുക്കാനും
വീട് ലൈഫ് മിഷനിലൂടെ വീട് കൊടുക്കുന്നതിനും കഴിയുന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയാണ്. ബഹുമാനപ്പെട്ട കളക്ടറും എല്ലാം വളരെ നന്നായി ഞങ്ങളോട് ഒപ്പം നിന്നതിന്റെ ഭാഗമായി MS ഉമേഷ് സാർ വളരെ നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ MLA അടക്കം അവരുടെ വളരെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പടിത്തട്ടിലാണ് പഞ്ചായത്തുള്ളത്. എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പ്രകാശൻ നമ്മളോട് പങ്കുവെക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി തന്നെ തുടക്കം മുതൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇപ്പോഴും നടപ്പിലാക്കി വരുന്നത്? ഈ പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 30% മാലിന്യ ശേഖരണവും 4 പേർ മാത്രം ഉണ്ടായിരുന്ന ഒരു സംവിധാനവും ഹരിതകർമ്മ. അത് ഇപ്പൊ 32 പേർ ഹരിതകർമ്മ സേന അംഗങ്ങളും 94% മാലിന്യ സംസ്കരണം നടത്തുന്ന ഒരു പഞ്ചായത്തായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഹരിതകർമ്മസേനയുടെ പങ്ക് വളരെ വലുതാണ്. ഹരിതകർമ്മസേനയെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും എല്ലാം ഭരണസമിതി ഒപ്പം നിന്ന് എന്നത് അവർക്ക് വേണ്ടി അവര് ടൂർ അടക്കമുള്ള പരിപാടി ഇത്ര നിശ്ചിത ശതമാനം കഴിയുമ്പോൾ ഒരു ടൂർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് അടക്കം അവരുടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പദ്ധതിയെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും അതിന്റെ മറ്റ് പരിപാടികളിലേക്ക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നിരവധിയായ മാലിന്യങ്ങൾ ഇനിയും നമുക്ക് എടുക്കേണ്ടതുണ്ട്. വരുന്ന ആളുകളിൽ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലത്ത് ഒരു മഴക്കാലമാണ് നമുക്ക് മുന്നിലുള്ളത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡുകളിൽ കൃത്യമായി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മസേനയും ചേർന്ന് നിന്നുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ്. സാനിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, കാനകളെല്ലാം വൃത്തിയാക്കി ജലം ഒഴുകിപ്പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള ഫോഗിങ് അടക്കം, അതായത് ഒരു ഘട്ടത്തിൽ 10-14 ഡെങ്കു ഒരു ക്ലസ്റ്ററായി മാറുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അവിടെ ഫോഗിങ് അടക്കം നടത്തുകയും കൃത്യമായ ഇടപെടലിലൂടെ ഒരാഴ്ചക്കകം തന്നെ അതിന്റെ പകർച്ചവ്യാധി അവസാനിപ്പിക്കുന്നതിന് കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് കാര്യമായ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു പഞ്ചായത്താണ്. എടുത്തു പറയേണ്ടുന്ന തീരദേശങ്ങളിലോ മലയോരങ്ങളിലോ ഉണ്ടാവുന്ന തരത്തിലുള്ള ആക്സിഡന്റുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള ഏരിയയല്ല. തികച്ചും സൗഹാർദ്ദപരമായി മതേതരത്വത്തെ നിന്നുകൊണ്ട് നടക്കുന്ന കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. തീർച്ചയായും. ഒപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് വീടുകൾ കയറിയുള്ള പ്രവർത്തനങ്ങൾ, ആശാ വർക്കർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള സർവേകൾ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുമുള്ള
മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മഴക്കാലത്തെ നേരിട്ടിട്ടുള്ളത്. സർവേ മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, വീടുകളിൽ ബോധവൽക്കരണവും അതുപോലെ തന്നെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി. ഞങ്ങളുടെ എല്ലാം പ്രദേശം റബ്ബർ മേഖല കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഉൽപ്പന്നം എടുക്കുന്ന ചിരട്ടകളെല്ലാം കമഴ്ത്തി വെച്ച് ആ നിലയ്ക്ക് എല്ലാ മേഖലകളിലും ഇടപെടി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർ, കുടുംബശ്രീകൾ അടക്കമുള്ള മറ്റ് ജനവിഭാഗങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആ നിലയ്ക്ക് നടപ്പാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിന്റെ 16 വാർഡുകളിൽ 32 പ്രദേശങ്ങളിൽ നിന്ന് ഒരേ സമയം വെള്ളമെടുത്ത് പരിശോധിച്ച് അതിന്റെ pH അടക്കം രേഖപ്പെടുത്തുന്നതിനുള്ള ഡാറ്റ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ഒരു രോഗി ആവാതിരിക്കുക, രോഗം വന്ന് ചികിത്സിക്കുന്നതിനപ്പുറം രോഗം വരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുസാറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് കുസാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവാണിയൂർ പഞ്ചായത്തിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നു. സ്വാസ്ഥ്യ കേരളം 64 പേരെ തെരഞ്ഞെടുത്ത്, വിവിധങ്ങളായ ഏജിലുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ ശാരീരിക ക്ഷമത പരിശോധിച്ച് അതിനുശേഷം നമ്മൾ 100 ദിവസം ഇവരെ മോണിറ്റർ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് എങ്ങനെയാണോ ജലം നന്നായി ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ മാറ്റി നിർത്താം, ഭക്ഷണം എങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് രോഗം വരാതിരിക്കാൻ, ജലജന്യ രോഗങ്ങളും ഒപ്പം തന്നെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളടക്കം വരാതിരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട് 100 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും അവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിനുമെല്ലാം കൊടുത്തുകൊണ്ട് ഈ പ്രോജക്റ്റ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ്. കുസാറ്റ് എല്ലാം പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യക്കകത്ത് തന്നെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ്. അത് നമ്മുടെ കേരളത്തിലും തിരുവാണിയൂർ പഞ്ചായത്തിനെ നടപ്പാക്കാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിലെല്ലാം സന്നദ്ധരായിട്ടുള്ള നമ്മുടെ ആശാവർക്കർമാർ, അതുപോലെ തന്നെ വയോ മെമ്പർമാർ, അതുപോലെ തന്നെ വയോജനങ്ങളുടെ അപെക്സ് ബോഡിയായിട്ടുള്ള പഞ്ചായത്ത് സമിതിയും എല്ലാം വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ മറ്റ് പകർച്ചവ്യാധികളെ ഒഴിവാക്കാൻ കഴിയുന്നതും അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും, അത് ജലത്തിലൂടെ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പോ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ അടുത്ത് പരീക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് സ്വാസ്ഥ്യ കേരളം. അത് കുസാറ്റ് മാത്രമല്ല, നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് മെഡിക്കൽ ആയുർവേദ കോളേജ്. എല്ലാ മാസവും 4 ക്യാമ്പുകൾ, 12 വാർഡുകളിലായി 4 ക്യാമ്പുകൾ വിവിധ പ്രദേശങ്ങളെ നടത്തി അവർക്ക് പരിശോധന മാത്രമല്ല തുടർ ചികിത്സയും മരുന്നും സൗജന്യമായി നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഒരു പുതിയ തുടക്കമായി, അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ സംസ്ഥാനത്ത് എടുത്തു പറയാവുന്നതും സംസ്ഥാനത്ത് മറ്റു പഞ്ചായത്തുകൾ കൂടി പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതികളായി ആണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്.
തീർച്ചയായും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാം, യുവജനങ്ങൾക്കായും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, കായിക രംഗത്തെല്ലാം തന്നെ കൂടുതൽ ഉന്നമനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്തിന് കരുതി വെച്ചിരിക്കുന്നത്? ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളൊരു കാഴ്ചപ്പാട് പറയുന്നത് വിഷൻ 30 ആണ്. ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലം കൊണ്ട്, പ്രത്യേകിച്ച് കോവിഡ് എല്ലാം ആയിരുന്ന ഘട്ടത്തിൽ നമുക്ക് 1-2 വർഷം പോയതിന്റെ ഭാഗമായി വിഷൻ 30 2030 നമുക്ക് എന്താവാൻ കഴിയും, എങ്ങനെ ആവാൻ കഴിയും എന്നതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുള്ള. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം എന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായി ചെറുകിട പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് ജലജീവൻ മിഷൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻകൈയോടുകൂടിയുള്ള ജലജീവൻ മിഷൻ വരികയും എറണാകുളം ജില്ലയിൽ ആദ്യമായി തന്നെ അതിനകത്ത് അണിചേരുകയും അതിനകത്ത് എഗ്രിമെന്റ് വെക്കുകയും ചെയ്ത പഞ്ചായത്താണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാമ്പത്തിക പ്രയാസത്തിന്റെയും മറ്റു പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം ആ വർക്ക് പൂർണ്ണമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ്ട് 80% അതിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതിക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു സംശയവും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ വർക്ക് തീർന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലുള്ള വലിയ വീടുകളുടെ 2ാം നിലയുടെ മുകളിൽ വെള്ളം കയറുന്ന തരത്തിലുള്ള 7 ലക്ഷം ലിറ്റർ ടാങ്കിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കും. പൈപ്പ് ലൈനുകളുടെ വർക്കെല്ലാം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനമായി ശുദ്ധജല വിതരണം എന്നുള്ളതിലേക്കാണ്. കൂടാതെ 3 ചെറുകിട പ്രോജക്റ്റുകൾ ഇതിനോടകം തന്നെ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെയും MLA-യുടെയും സാമ്പത്തിക സഹായത്തോടുകൂടി, MP-യുടെ സാമ്പത്തിക സഹായത്തോടുകൂടി എല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. ആ കുടിവെള്ളം എന്നുള്ള ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പദ്ധതികളായി മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും അടുത്ത ഭരണസമിതിയുടെ കാലത്ത് പൂർണ്ണമാക്കാൻ കഴിയും എന്നത്. മറ്റൊന്നുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിന്റെ 2011 ഡാറ്റയാണ് ഇന്ന് പഞ്ചായത്തിൽ ആധികാരികമായ രേഖ. ഞങ്ങൾ ഏതാണ്ട് 25 ലക്ഷം രൂപ പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ഡാറ്റയും എടുക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് എത്ര വീടുകളുണ്ട്, നമുക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര മൃഗങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, അവരുടെ വയസ്സ് എത്ര, ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാലും ഈ കാലയളവിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഡേറ്റയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാവുന്ന തരത്തിൽ പഞ്ചായത്തിന് മാത്രം അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്താൻ കഴിയുന്ന തരത്തിൽ ഉള്ള സുതാര്യമായ ഒരു ഡാറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതി പോകുന്നതിന് മുമ്പ് അതിന്റെ പൂർത്തീകരണം നടക്കും എന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിൽ സമഗ്രമായ പദ്ധതികളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ CR പ്രകാശ്. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.